ഒരു പ്രളയമഴ ദിവസമായിരുന്നു സർള തന്റെ കുട്ടികൾക്ക് ജന്മം നൽകിയത്. എന്നാൽ പുഴയിൽ വെള്ളം കൂടിയതുകൊണ്ട് കുട്ടികൾ ഒലിച്ചു പോകുന്നു. രക്ഷിക്കാൻ പോയ സർളക്ക് ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ. ആ രക്ഷപ്പെട്ട കുട്ടിക്ക് ലക്കി എന്ന് പേരിടുന്നു. മറുവശത്ത് ഓട്ടിസം ബാധിച്ച അമ്മു, അവളുടെ അങ്കിളിന്റെ പേരും ലക്കി എന്നായിരുന്നു. ഒരു ദിവസം പുകവിടാൻ പോയ ലക്കി ഈ ലക്കിയെ റോഡിന്റെ സൈഡിൽ കാണുന്നു. ലക്കി ആ നായ്ക്കുട്ടിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയം തന്റെ മകനെ കാണാതെ സർള വല്ലാതെ വിഷമിച്ചു. ഓട്ടിസം ബാധിച്ച അമ്മുവിന് ലക്കി ഒരു ആശ്വാസം തന്നെയായിരുന്നു. അതിന്റെ ഇടയിൽ കാലിൽ മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് ലക്കിയെ ചില ഗുണ്ടകൾ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ലക്കിയെ കൊണ്ടുപോയ വീട്ടിലെ മന്ത്രിക്ക് നല്ല സമയം ആരംഭിക്കുന്നു. മറ്റേ ലക്കിയും സർളയും ഈ കുട്ടി നായിയെ നോക്കി പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അങ്ങനെയായിരുന്നു ഇവർ കീർത്തിയെ പരിചയപ്പെട്ടത്. തെരുവ് നായികളെ സംരക്ഷിക്കുന്ന ഒരാളായിരുന്നു കീർത്തി. ലക്കി കാരണം മന്ത്രിക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നുവെന്ന് മനസ്സിലാക്കിയ ഒരാൾ ലക്കിയെ അവിടെ നിന്നും മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവനെ മോഷ്ടിച്ചു കൊണ്ടുവന്ന വീട്ടിലെ മന്ത്രിക്ക് ശുക്രനുദിക്കുന്നു. ലക്കിയെ കാണാത്ത വിഷമത്തിൽ ആ കുട്ടി ആശുപത്രിയിലാവുന്നു. മറുവശത്ത് ലക്കിയെ കൊണ്ടുപോയ മന്ത്രിയുടെ അളിയനെ ഇവർ പൊക്കുന്നു. അവനായിരുന്നു മറ്റേ മന്ത്രിയുടെ വീട്ടിൽ നിന്നും ലക്കിയെ മോഷ്ടിച്ചത്. അതിനിടയിൽ ലക്കിയെ ഒരു മീറ്റിംഗിന് കൊണ്ടുപോയ സ്ഥലത്ത് വെച്ച് അത് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുന്നു. അവൻ എത്തിയത് മുതൽ ആ മന്ത്രിക്കും നല്ല കാലം വരുന്നു. അതിനാൽ ലക്കിയെ അയാൾ കൊണ്ടുപോകുന്നു. ലക്കിയെ മന്ത്രിയുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ഇവർ ഒരു ഡോഗ് ഷോ ഒക്കെ സംഘടിപ്പിച്ചെങ്കിലും അത് പാളി. ഇവനും കീർത്തിയും പിന്നീട് എതിർ പാർട്ടിയിലെ മന്ത്രിയെ ചെന്ന് കണ്ട് കാര്യം പറയുന്നു. അങ്ങനെ അയാൾ CM നായിയെ വെച്ചാണ് നാട് ഭരിക്കാൻ പോകുന്നത് പറഞ്ഞ് ന്യൂസ് പരത്തുന്നു. ഇത് കേട്ട് ശോഭിതനായ മന്ത്രി ഒരു മന്ത്രവാദിയെ വരുത്തുന്നു. അയാൾ ഈ നായ്ക്കുട്ടിയെ കൊന്ന് അതിന്റെ മേലെ ഒരു അമ്പലം പണിയാൻ ആവശ്യപ്പെടുന്നു. സമ്പത്തും പദവിയും ഒക്കെ ലഭിക്കാൻ ആ നായ്ക്കുട്ടിയെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ നായ്ക്കുട്ടിയെ കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നു. പക്ഷേ അവസാനം കീർത്തിയും ഗാങ്ങും ആ നായ്ക്കുട്ടിയെ രക്ഷിക്കാൻ വരുന്നു. അവിടെ നിന്നും രക്ഷിച്ച അവനെ തന്റെ അമ്മ കൂട്ടിക്കൊണ്ടു പോകുന്നു. ലക്കിക്ക് അമ്മുവിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. അതിനാൽ തന്റെ അമ്മയുടെ സമ്മതപ്രകാരം ലക്കി വീണ്ടും അമ്മുവിന്റെ അടുത്തെത്തുന്നു.